കർക്കിടകക്കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള മരുന്നുകൾ ശേഖരിക്കണേന് പച്ചമരുന്നുകൾ. അതിന് ഞാനിവിടെ തൊട്ടാവാടിയുടെ ഇല എടുക്കണേണ്ട കുറച്ച്. തൊട്ടപ്പോൾ തന്നെ അതങ്ങോട്ട് ഇതായിപ്പോയി കണ്ട. കുറച്ചെടുക്കും. നന്നായിട്ട് മുള്ളുണ്ട്, ശ്രദ്ധിച്ചടിച്ചില്ലെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ മുള്ളുണ്ട്, കൈയാകെ നാശമാവും. മുക്കൂറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. മുക്കൂറ്റി, കീഴാറ് നെല്ല് കുറച്ചിട്ട് ഇങ്ങോട്ട് പോരണില്ല. അതിങ്ങനെ ഇവിടെ സ്ട്രക്കായിട്ട് നിൽക്കുന്നതാണ്. കീഴാറ് നെല്ല് എടുത്തിട്ടുണ്ട്. ചെറുള കുറച്ചെടുക്കണുണ്ട്. ഞാനിവിടെ ചെറുള ഇങ്ങനെ നിൽക്കണതാണ്, നമ്മളെ നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കണതാണ്. തുളസി ഇല എടുക്കണേണ്ട. ഇതെൻ്റെ തുളസി കൃഷിയാണ്. അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് ഞാൻ നട്ടു വളർത്തിയേക്കണതാണ് എടുക്കാൻ വേണ്ടിയിട്ട്. പനിക്കൂർക്ക, കുറച്ച് പനിക്കൂർക്ക. ഇതെല്ലാം കൂടെ നന്നായിട്ട് ചതച്ച് ഇതിന് നീരെടുക്കണം. നീരിലാണ് നമ്മൾ കർക്കിടകക്കഞ്ഞി ഉണ്ടാക്കുന്നത്. നന്നായിട്ട് കഴുകിയെടുക്കാൻ പോകും. എനിക്ക് വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് കഴുകിയിരിക്കണം. അങ്ങനെ മണ്ണൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ മഴ പെയ്ത സീസണല്ലേ, മണ്ണൊക്കെ ഇങ്ങനെ തെറിച്ച് താകെ ഇങ്ങനെ കൊളായിട്ടിരിക്കണ സമയമാണ്. എല്ലാം കൂടെ അരിച്ചൊഴിക്കണേ കേട്ടോ. ഞാനിത് അരിപ്പ വെച്ചിട്ട് ഇതിലാണ് ഞാൻ ഈ കഞ്ഞി തയ്യാറാക്കാൻ പോണത്. നേരത്തേക്കുള്ള ഈ ഉലുവക്കഞ്ഞിയായിട്ട് തയ്യാറാക്കാൻ പോണ കേട്ടോ. അതിന് ഞാനൊരു 6 ടേബിൾ സ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. ഉലുവ ഒരു നേരത്തിനുള്ളതാണ് ഞാനിപ്പോൾ എടുത്തേക്കണേ കേട്ടോ. 6 ടേബിൾ സ്പൂൺ ഉലുവയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ജീരകം, ഇത് 1 ടേബിൾ സ്പൂൺ ഇട്ടാ. ഇത് പൊള്ളു കേട്ടോ, അധികം ഇടരുത്. അത് 2 ടേബിൾ സ്പൂൺ എള്ള്. ഇതെല്ലാം കൂടെ ചൂടാക്കിയിട്ട് ചെറുതായിട്ട് നമ്മൾ പൊടിച്ചെടുക്കണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ആഡ് ചെയ്യണേട്ടോ. 1 ടേബിൾ സ്പൂൺ കടുക് ആഡ് ചെയ്യണം. സംഭവം വേണ്ടത് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് വേണം പൊടിച്ചെടുക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ പച്ചമണം മാറണ്ടേ. അതാണ് അങ്ങനെ ചെയ്യണേട്ടോ. ചെറുതായിട്ടൊന്ന് ചൂടാക്കണ്ട, പച്ചമണം മാറാൻ വേണ്ടിയാണ്. ഞവരരി ഞാനിവിടെ പൊടിച്ച് വെച്ചേക്കണേണ്. ഞങ്ങൾക്ക് പുട്ടുണ്ടാക്കാൻ വേണ്ടി പൊടിച്ച് വെച്ചേക്കണേണ്. അപ്പം ഞാനത് ഞാൻ ഈ ചതച്ച് ഇതെടുത്തിട്ടുണ്ടല്ലോ മരുന്നിലേക്ക് ഞാനിതങ്ങോട്ട് ആഡ് ചെയ്യണേ. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഞാനൊരു കട്ട ശർക്കര ഇതിലേക്ക് ഇടണേണ്. ഇതിൽ മധുരം വേണ്ടവർക്ക് മധുരം ഇടാം, അല്ലാത്തവർക്ക് വേണ്ട. പക്ഷെ ഞാൻ മധുരം ഇട്ടാണ് കുടിക്കാറ്, അതുകൊണ്ടാണ് ഞാനതിങ്ങനെ ചെയ്യണേ കേട്ടോ. ഫ്ലെയിം ഓൺ ആക്കിയാൽ കൂടെ ഈ ശർക്കര നന്നായിട്ടൊന്ന് ഉരുകട്ടെ കേട്ടോ. നന്നായിട്ടൊന്ന് ഉരുക. ഒരു ടേബിൾ സ്പൂൺ പൊടി ഉണ്ട്. ഒരു നേരത്തേക്കുള്ള ഈ കർക്കിടകക്കഞ്ഞിക്കുള്ളതാണ് ഞാനിവിടെ ഇപ്പോൾ ഈ തയ്യാറാക്കണം. ഞാൻ ഇങ്ങനെ പൊടിച്ച് വെച്ചിട്ട് 7 ദിവസത്തേക്ക് ഞാനിത് ഉപയോഗിക്കും. ഈ പൊടി 7 ദിവസം ഞാൻ ഉപയോഗിക്കും. ഞാൻ ഈ പൊടി 7 ദിവസത്തേക്കാണ് ഞാൻ ഈ പൊടിച്ച് വെച്ചേക്കണത്. ഇനി അതിന് ഞാൻ ഈ പച്ചമരുന്നുകൾ സെപ്പറേറ്റ് എടുക്കും. 7 ദിവസം സെപ്പറേറ്റ് പച്ചമരുന്നുകൾ എടുക്കും. ബാക്കി ഈ പൊടിയെല്ലാം കണക്കാക്ക് 7 ദിവസത്തേക്കാണ് ഞാൻ ഈ പൊടിച്ച് വെച്ചേക്കണത്. ഇനിയിപ്പോൾ ഇതിലേക്ക് നന്നായിട്ട് ഇട്ട് ഇളക്കി ഇങ്ങനെ കൊടുക്കണേണ്ടി. ശർക്കര നന്നായിട്ടൊന്നും ഇതായിട്ടില്ല, ശർക്കര നല്ലതായിട്ട് മെൽറ്റാവണം. ഇതിലേക്ക് എന്തുപ്പാണ് ഇടേണ്ടത്? ഞാൻ നമ്മുടെ സാധാരണ ഉപ്പ് ലേശം ഇട്ട് കൊടുക്കണേണ്. ഞാൻ എൻ്റെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ചെയ്യണത് കേട്ടോ. അവിടെ ലേശം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഔഷധ കഞ്ഞിയിലേക്ക് ഞാൻ അരച്ച് വെച്ചിരിക്കുന്ന നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കണേണ്. ഇളക്കി കൊടുക്കും.
നല്ല ക്രീമി ആയിട്ട് ഇരിക്കുകയാണ്, നല്ല ടേസ്റ്റാണ്. ആ പച്ചിലയുടെ മണങ്ങളൊന്നും ഉണ്ടാവൂല, പച്ചില മരുന്നിന്റെ ആ സ്മെല്ലോ ഒന്നും തന്നെ ഉണ്ടാവൂല. നല്ല ടേസ്റ്റാണ്. നമ്മുടെ സാധാരണ ഈ പായസങ്ങളൊക്കെ കുടിക്കില്ലേ, അതേപോലുള്ള ടേസ്റ്റ്. യാതൊരു ഇതും ഉണ്ടാവില്ല ഇതിന്. എൻ്റെ ഔഷധക്കഞ്ഞി ഇവിടെ റെഡി ആയി, കർക്കിടക ഔഷധക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഔഷധക്കഞ്ഞി ഞാനൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യണേ. ഞാനത് കുടിച്ച് കാണിച്ചു തരാം എന്തിൻ്റെ ടേസ്റ്റ് ആണെന്നുള്ളത്. ഇത് നല്ല ടേസ്റ്റാണ്. നമ്മുടെ ഈ മരുന്നിൻ്റെയോ അല്ലെങ്കിൽ പച്ചമരുന്നിൻ്റെയോ യാതൊരു ടേസ്റ്റും നമുക്ക് തോന്നൂല. നല്ല അടിപൊളിയാണ് ഔഷധക്കഞ്ഞി. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.